എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു ഇരട്ടത്താപ്പിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് 4-5 ദിവസം മുമ്പുണ്ടായിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ആരും തന്നെ ഒരു വാക്ക് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സംഭവം മതപരമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ അതിലുപരിയായി അതിനെ കാണേണ്ടത് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയുടെ അവകാശ സംരക്ഷണത്തിനായി നമ്മുടെ ഹൈക്കോടതി നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു മദ്രസയിൽ നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്ര സുപ്രധാനമായിട്ടുള്ള ഒരു വിധി കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് മുക്കിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ആദ്യം പറയാൻ പോകുന്നത് ഈ സംഭവം എന്തായിരുന്നു എന്നാണ്. രണ്ടാമത്, ഈ സംഭവത്തിൽ എന്തൊക്കെ തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ മൊഴിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിഭാഗം ശ്രമിച്ചത് എന്നുള്ളതാണ്. മൂന്നാമത്, നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നോക്കാം. ഇതിലാദ്യം തന്നെ ഈ സംഭവം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മദ്രസയിലാണ്. സംഭവം നടക്കുന്ന സമയം 2020 കോവിഡ് കാലഘട്ടം. അന്ന് ക്ലാസ് എല്ലാം തന്നെ ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അന്ന് മദ്രസയിലുണ്ടായിരുന്ന ഒരു എക്സാമിനേഷൻ, അതിനു വേണ്ടിയിട്ട് കുട്ടികൾ തയ്യാറാകുമ്പോൾ ഒരു കുട്ടിക്ക് കുറേയധികം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിച്ച് നൽകണം എന്ന് അവിടുത്തെ മദ്രസ അധ്യാപകനോട് ആവശ്യപ്പെടുന്നു. ഉസ്താദ് ഈ കുട്ടിയോട് വരാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ കുട്ടി അവിടെ ചെല്ലുന്ന സമയത്ത് ആ കുട്ടിയെ ഉസ്താദ് ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന കുട്ടിയെ പിന്നീട് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരാളോടും ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് കുട്ടിയോട് പറയുന്നു. എന്നാൽ കുട്ടി പിന്നീട് വീട്ടിൽ ചെന്നതിന് ശേഷം അതിൻ്റെ അമ്മയോട് പറയുന്നു. അങ്ങനെ പിന്നീട് ബന്ധുക്കൾ അറിയുന്നു, പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവസാനം പോലീസ് ഈ മദ്രസ അധ്യാപകനായിട്ടുള്ള ഉസ്താദിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് ഇതിൽ പോക്സോ കുറ്റം ചുമത്തുന്നു. IPC പ്രകാരമുള്ള മറ്റ് ചാർജുകളുണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ചാർജുകളുണ്ട്. അങ്ങനെ റഷീദ് എന്ന പേരിലുള്ള ഈ മദ്രസ ഉസ്താദിന് 20 വർഷത്തെ തടവ് ശിക്ഷ പ്രത്യേക പോക്സോ കോടതി ചുമത്തുകയും ചെയ്യുന്നു. എന്നാൽ ആ വിധിയെ എതിർത്തുകൊണ്ട് ഇയാൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അയാൾ ഇവിടെ പറഞ്ഞിരുന്ന 2 പ്രധാനപ്പെട്ട വാദങ്ങളാണുള്ളത്. ഒന്ന്, ഈ കുട്ടിയുടെ മൊഴി മാത്രമേ തനിക്കെതിരായിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഒരൊറ്റ മൊഴിയെ മാത്രം മുഖവിലേക്കെടുത്തുകൊണ്ട് തനിക്കെതിരെ കുറ്റം ചുമത്തരുത് എന്നുള്ളതാണ് ഇയാൾ ആവശ്യപ്പെട്ട ഒന്നാമത്തെ കാര്യം. എന്നാൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തി. കാരണം ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇല്ലാതെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആദ്യന്തം ഈ കുട്ടി വിശദീകരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് ആ കുട്ടി അനുഭവിച്ചത് തന്നെയാണ് എന്നാണ്. അതല്ലാതെ 9 വയസ്സുള്ള ഒരു കുട്ടിയെ എഞ്ചിനീയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പഠിപ്പിച്ച് ഈ രീതിയിലത്തേക്കുള്ള ക്രോസ് വിസ്താരത്തിനെയൊക്കെ തന്നെ മറികടക്കുന്ന രീതിയിലത്തേക്ക് ട്രെയിൻ ചെയ്തെടുപ്പിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും മൊഴി അവിടെ ഇല്ല എങ്കിലും സാഹചര്യ തെളിവുകളും ഈ കുട്ടിയുടെ മൊഴിയും മാത്രം ഈ മദ്രസ ഉസ്താദിനെതിരായിട്ടുള്ള തെളിവുകളാകും എന്ന് കോടതി ഇവിടെ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും ഈ കുട്ടി അതിൻ്റെ മൊഴി മാറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട്, അതിൻ്റെ മൊഴിയിൽ ആ കുട്ടി ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് അതിനെ ഒരു സ്റ്റേർലിംഗ് വിറ്റ്നസ് ആയിട്ട് പരിഗണിക്കാം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ കുറ്റം മദ്രസ ഉസ്താദിനെതിരെ നിലനിൽക്കും എന്നാണ് കേരള ഹൈക്കോടതി കണ്ടെത്തിയത്. എന്നാൽ ഇവിടെ തനിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ മദ്രസ ഉസ്താദ് ഒരു പെരുങ്കള്ളം കൂടി തൻ്റെ ന്യായത്തിനു വേണ്ടി പറഞ്ഞു. നമുക്കറിയാം, മുസ്ലിങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്, പല സെക്റ്റുകൾ. അങ്ങനെയുള്ള സുന്നി, മുജാഹിദ് തുടങ്ങിയ സെക്റ്റുകളുടെ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഫലമായിട്ടാണ് തനിക്കെതിരെ ഈ കള്ളക്കേസ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് ഈ റഷീദ് എന്ന ഉസ്താദ് പറഞ്ഞത്. അതായത് താൻ ഇതിലൊരു വിഭാഗത്തിൽപ്പെടുന്നു, സുന്നി വിഭാഗത്തിൽ. മറ്റു വിഭാഗത്തിലുള്ള ആൾക്കാരാണ് എതിർപക്ഷത്തുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ തനിക്കെതിരെ പ്രവർത്തിച്ചതാണ് എന്നൊക്കെയുള്ള കോടതിയിൽ എങ്ങും നിലനിൽക്കാത്ത ഒരു തരത്തിലുള്ള തെളിവും തനിക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു പെരും നുണയാണ് ഈ റഷീദ് ഉസ്താദ് കോടതിയിൽ പോയി അടിച്ചത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ ന്യായത്തിനെ 4 വലിച്ചു കയറി കോടതി എടുത്ത് എറിഞ്ഞു എന്ന് പറയുന്നതാകും ശരിയായത്. കാരണം യാതൊരു വിധത്തിലുള്ള മനസ്താപവുമില്ലാതെ 9 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം അത് സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതിരുന്ന നരാധമനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടുത്തെ പ്രതി എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. പീഡനം നടത്തിയതും പോരാ, അതിനും പുറമെ ഒരു മുസ്ലിം വിഭാഗീയത കൂടെ കൊണ്ടുവന്ന് തൻ്റെ ഭാഗം രക്ഷിച്ച് തടിതപ്പാൻ നോക്കിയിരുന്ന റഷീദ് ഉസ്താദിനെ അതിന് അനുവദിക്കാതിരുന്ന കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് A ബദറുദ്ദീന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഉസ്താദ് നടത്തിയിരുന്ന പീഡനം കോടതിയിൽ തെളിയിക്കപ്പെട്ടു. അയാൾ തനിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സുന്നി മുജാഹിദ് തർക്കത്തിൻ്റെ വിഷയം എന്നുള്ള ഒരു വാദം അവിടെ പരാജയപ്പെട്ടു. തന്നെയുമല്ല, അയാൾക്ക് മേൽ ചുമത്തിയിരുന്ന 20 വർഷത്തെ കഠിന തടവ് എന്നുള്ള ശിക്ഷ നിലനിൽക്കുന്നതാണ് എന്നും കോടതി പറഞ്ഞു.
കാരണം IPC വകുപ്പുകൾ പ്രകാരം, പോക്സോ വകുപ്പുകൾ പ്രകാരം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരായിട്ടുള്ള കുറ്റം തെളിഞ്ഞത്. അതിൽ പോക്സോ വകുപ്പ് ചുമത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും മിനിമം ശിക്ഷ എന്നത് 20 വർഷത്തെ കഠിന തടവാണ്. അതുകൊണ്ട് തന്നെ ആ മിനിമം ശിക്ഷ മാത്രമേ പ്രത്യേക പോക്സോ കോടതി നൽകിയിട്ടുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും അതിൽ നിന്ന് ശിക്ഷ കുറയ്ക്കാനായിട്ട് സാധ്യമല്ല എന്ന് കണ്ടുകൊണ്ടാണ് 20 വർഷത്തെ കഠിന തടവ് എന്നുള്ള ശിക്ഷ തന്നെ പ്രതിയായിട്ടുള്ള റഷീദ് ഉസ്താദ് അനുഭവിക്കണം എന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് A ബദറുദ്ദീൻ കണ്ടെത്തിയത്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അതീവ ശ്രദ്ധ ആകർഷിക്കേണ്ടിയിരുന്ന ഈ ഒരു വാർത്ത കേരളത്തിലെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അഥവാ എന്തുകൊണ്ട് പലരും ഈ വാർത്ത മുക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, മത ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ പീഡന വാർത്തകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ അതീവ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഠ്വയിൽ, ജമ്മു കാശ്മീരിൽ ഒരു വിഷയം നടന്നതിനെക്കുറിച്ച് നമുക്കറിയാം, അതിവിടെ വാർത്തയായതറിയാം. അതേപോലെ തന്നെ ഒരു അധ്യാപകൻ പാലത്തായി കേസിൽ ഉണ്ടായിരുന്നു. ആ വാർത്ത എങ്ങനെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എത്രത്തോളം വൈകുന്നേര ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അങ്ങനെയെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത മാത്രം, അതും കുറ്റം തെളിഞ്ഞ ശേഷം, അതും ഒന്നല്ല പോക്സോ കോടതിയിലും പിന്നീട് കേരള ഹൈക്കോടതിയിലും ഇത് തെളിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? പ്രാധാന്യം പോട്ടെ, ഒരു വരിയിൽ പോലും റിപ്പോർട്ട് ചെയ്യാത്തത് എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ചില കേസുകൾക്ക്, അല്ലെങ്കിൽ ചില മതങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ഒരു തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നതും എന്നാൽ മറ്റ് ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട, മറ്റ് ചില മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകാത്തതും എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകൂ. പ്രത്യേകിച്ച് ഇത് വിചാരണാ ഘട്ടമല്ല, മറിച്ച് കുറ്റം തെളിവായി ശിക്ഷ വിധിച്ചതിന് ശേഷം അതിന്മേലുള്ള അപ്പീൽ പോലും തള്ളിയിട്ട് ആ കുറ്റം അവിടെ നിലനിൽക്കുന്നതാണ്, അത് തെളിയിക്കപ്പെട്ടതാണ്, ആ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു കേസ് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കേവലം 9 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ മൊഴി കോടതിയിൽ നിലനിന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കേവലം 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുടെ മൊഴി കോടതിയിൽ പൂർണ്ണമായി സ്വീകാര്യമായി എന്നുള്ളതാണ്. എല്ലാ സാഹചര്യത്തിലും ആ മൊഴി അചഞ്ചലമായിട്ട് അവിടെ നിലനിന്നു എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള ആശങ്കയും ആ കുട്ടിക്ക് ആ മൊഴി നൽകുന്നതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, അചഞ്ചലമായിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ഒരു സ്റ്റേർലിംഗ് വിറ്റ്നസ് ആയിട്ട് കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ആ കുട്ടിയുടെ മൊഴിയെ പൂർണ്ണമായും ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള ഗൂഢാലോചനയ്ക്ക് 9 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ പോലും ഉപയോഗിച്ചു എന്നുള്ള നീചമായിട്ടുള്ള ഒരു ആരോപണം പറയുന്നതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളുടെ ഇടയിൽ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള വിഭാഗീയതയാണ് ഈ ഒരു ആരോപണത്തിന് പിന്നിൽ എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം കൂടി അവിടെ ഉണ്ടായിട്ട് അതിനും വാർത്താ പ്രാധാന്യം കിട്ടേണ്ടതായിരുന്നു. അതിന് വാർത്താ പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാനം. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു വാർത്തയുടെ പ്രാധാന്യം തീരുമാനിക്കുന്നത് ആ സംഭവത്തിൻ്റെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ്. ആ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ, അല്ലെങ്കിൽ ആശയത്തിൻ്റെ, അല്ലെങ്കിൽ മതത്തിൻ്റെ ഒക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾ വാർത്തയാകണം, ഏതൊക്കെ വാർത്തയാകേണ്ടതില്ല എന്നുള്ള തീരുമാനം നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ തിരഞ്ഞെടുപ്പ് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാർത്ത അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും ആരും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് കോടതികളുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന വാർത്തകൾ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏതൊക്കെ വാർത്തകളാണ് അവതരിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ച് വാർത്തകളുടെ സത്യസന്ധത എന്നുള്ളതാണ്. അതേപോലെ വാർത്തകൾ മറച്ചു വയ്ക്കാതിരിക്കുക എന്നുള്ളത് കൂടിയാണ്. ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അറിയേണ്ടുന്ന കാര്യമാണ് എന്നത് മാത്രം മതിയായിരുന്നു. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെ നയിക്കാൻ. ഒരു ചെറിയ കുട്ടി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് തൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് സ്വയം നിലകൊണ്ടു, അങ്ങനെ ആ കുട്ടി നീതി വാങ്ങിയെടുത്തു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ആ കുട്ടിയുടെ അവകാശത്തിനെ, അന്തസ്സിനെ ഹനിക്കുന്നതിന് വേണ്ടി മറ്റു പല ആൾക്കാർ ശ്രമിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മയും വീട്ടുകാരും അതിനോടൊപ്പം ശക്തമായിട്ട് നിന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇതിനോടൊപ്പം എങ്ങനെയാണ് കോടതികൾ തെളിവുകളെ വിലയിരുത്തുന്നത്, എങ്ങനെയാണ് അസംബന്ധമായിട്ടുള്ള വാദങ്ങൾ കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് കോടതി അതിന് യാതൊരു വിധത്തിലുള്ള പരിഗണന നൽകാത്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, സമൂഹത്തിലുള്ള ഈ റഷീദ് എന്ന് പറയുന്ന ഉസ്താദിനെ പോലെയുള്ള പുഴുക്കുത്തുകളെ എക്സ്പോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളും ഒരു വലിയ അളവ് വരെ
എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഏതൊക്കെ വാർത്തകളാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്, ഏതൊക്കെ വാർത്തകളാണ് ബോധപൂർവം മുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഇനിയും ചർച്ച ചെയ്യുന്നതിന് മാത്രമേ ഇങ്ങനെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള റിപ്പോർട്ടിംഗ് കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് മാധ്യമ സ്ഥാപനങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ കേസിനെ വ്യക്തമായി അപഗ്രഥിച്ച് ഏറ്റവും നീതിപൂർവകമായിട്ടുള്ള വിധി ഈ വിഷയത്തിൽ നടപ്പാക്കിയിരിക്കുന്ന കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എ ബദറുദ്ദീന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്.